അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് ഞങ്ങൾ തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശൻ്റെ അടുത്ത് പോയി. അതിൻ്റെ പുറകിലൊരു വെങ്കടേശ്വര ക്ഷേത്രമുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഞങ്ങൾ കയറി. അവിടെയൊക്കെ നിറയെ കണിക്കൊന്നയുള്ള സ്ഥലങ്ങളിലൊക്കെ റോഡരികിലൊക്കെ കണിക്കൊന്നയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നിറയെ കണിക്കൊന്ന നന്നായിട്ട് പൂത്ത് നിൽക്കുകയും ശരിക്കും ഇലകൾ പോലും കാണാൻ പറ്റാത്ത രീതിയിലാണ് കണിക്കൊന്ന നിൽക്കുന്നത് അവിടെയൊക്കെ. പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് ചായയുടെ നോക്കണമായിരുന്നല്ലോ ഞങ്ങൾക്ക്. അപ്പം ഞാൻ ഗോതമ്പ് പുട്ട് ഉണ്ടാക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഗോതമ്പ് പുട്ടിന് ഒരു ചെറിയ ചായ കുടിക്കണ കപ്പിന് ഒരു കപ്പ് പൊടിയെടുത്ത് ഒരു 3 സ്പൂണല്ല 3 പിടി ചോറ് അതിൻ്റെ അകത്തിട്ടിട്ട് ആ പൊടിക്ക് നനവ് കിട്ടേണ്ട രീതിയിലുള്ള ചോറിട്ട് അതിൻ്റെ ഒപ്പം ഉപ്പിട്ട് നമ്മളൊന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്ത് അപ്പോഴത്തേക്ക് നല്ല പെർഫെക്റ്റായിട്ട് നല്ല കട്ടയൊന്നും ഇല്ലാണ്ട് നമുക്ക് പൊടിഞ്ഞ് കിട്ടിയായിരുന്നത്. എന്നിട്ടത് പിന്നെ പാത്രത്തിലോട്ട് ഇട്ട് കഴിഞ്ഞ് ഒന്നും കൂടി കൈ കൊണ്ടൊന്ന് തിരുമ്മിയെടുത്ത് വെള്ളം ഒട്ടും തൊടാൻ പാടില്ല. വെള്ളം തൊട്ട് കഴിഞ്ഞാൽ അത് കുഴഞ്ഞു പോകും അത്. പിന്നെ അതെടുത്ത് പുട്ടുണ്ടാക്കി പുട്ടിന് കറി ഉണ്ടായിരുന്നില്ല. കറിയില്ലാത്തതുകൊണ്ട് സവാളക്കറി ഉണ്ടാക്കാമെന്ന് ഓർത്തു. അപ്പോൾ സവാളയൊക്കെ അരിഞ്ഞ് താളിച്ചൊക്കെ എടുത്ത് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് താളിച്ച് മസാലക്കറി പോലെ ഉണ്ടാക്കിയത്. മസാലപ്പൊടിയൊക്കെ ഇട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇത്തിരി മല്ലിയിലയും വേപ്പിലയൊക്കെ ഇട്ട് ലാസ്റ്റ് ഇത്തിരി തേങ്ങ ചിരണ്ടി എടുത്തിട്ട് തേങ്ങ നന്നായിട്ട് ചൂടുവെള്ളത്തിൽ തിരുമ്മി എടുത്തിട്ട് ഒഴിച്ച് അതിൻ്റെ അകത്തോട്ട് ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വേറൊരു കറി ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കണ വെറുതെ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. നല്ലതാണ്. അപ്പോൾ ഈ സവാളയുടെ ഒപ്പം തന്നെ സവാള നല്ലോണം വാടിയേക്കണോട് സവാളയുടെ ഒപ്പം തന്നെ നമുക്ക് ഈ തേങ്ങയൊക്കെ കടിക്കുകയും ചെയ്യാം ഒന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയത്. അപ്പോൾ നല്ല കറിയായിരുന്നു. അപ്പോൾ പുട്ടിന് പറ്റിയ കറിയാണ്. പുട്ടിനും ഇടിയപ്പത്തിനും ഒക്കെ പറ്റും ആ കറി. സവാളക്കറി മിക്കപ്പോഴും ഉണ്ടാക്കാറുണ്ട് ഞങ്ങൾ ഇങ്ങനെയല്ല ഉണ്ടാക്കണം. ഇത് ഞാനിപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ് ഈ കറി. കുഴപ്പമില്ല, നല്ല അടിപൊളി കറിയായിരുന്നു. അതിൻ്റെ ഒപ്പം ഒരു കാപ്പിയും കൂടിയായിട്ട് ഞങ്ങളതൊക്കെ കുടിച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ ഇനി ഉച്ചക്കത്തൊക്കെ ചോറൊക്കെ വെന്ത് കറി ഉണ്ടാക്കണം ഇനി. അപ്പോൾ ഇനി കറിയുടെ പരിപാടി നോക്കണം, വേറെ ബാക്കി പരിപാടികളൊക്കെ നോക്കണം ഉച്ചക്കത്തൊക്കെ ഉള്ളത്. അപ്പോൾ ഇന്ന് രാവിലെ ഇപ്പോൾ വീഡിയോ ഇടാൻ വൈകി. ഞാനിപ്പം കുറച്ച് വൈകിപ്പോയി. ഇതെല്ലാം കഴിഞ്ഞിട്ടൊക്കെയാണ് ചെയ്തത്. ഞങ്ങൾ കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞിട്ടൊക്കെയാണ് ഞാൻ ഈ വീഡിയോ എടുത്തിടുന്നത്. കുറച്ച് ലേറ്റായി വീഡിയോ ഇടാൻ വേണ്ടി. ഇപ്പോഴും 9:30 ആകുമ്പോൾ ഞാൻ ഇടുന്നതാണ്. ഇന്നിപ്പോൾ 10:45 ആകുമ്പോൾ തോന്നുന്നു അന്നേരമാണ് വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ വിശേഷം ഇതൊക്കെയാണ് ഞങ്ങളുടെ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം, കമൻറ്റും ഒക്കെ ഇടണം. എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം ഈ വീഡിയോ.